ഹലോ ഫ്രണ്ട്സ്, ജൂലൈ 4-ന് ഫയർമാൻ ഫയർവുമൺ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആദ്യത്തെ ക്ലാസ് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യ ടോപ്പിക്ക് താപമാണ് കേട്ടോ. താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹീറ്റ് ആണ് താപം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമുക്ക് നോക്കാം. താപം ഊർജത്തിന്റെ ഒരു രൂപമാണ്. നമുക്കറിയാം താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഊർജത്തിന്റെ ഒരു രൂപമാണ് താപം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ തന്മാത്രകളുടെ ചലനം മൂലം ലഭിക്കുന്നതാണ് താപം. അപ്പൊ പഠിച്ചു വെക്കണം, താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ തന്മാത്രകളുടെ മോളിക്യൂൾസിന്റെ എന്താണ് ചലനം മൂലം ലഭിക്കുന്നതാണ് താപം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്തത്, ഒരു പദാർത്ഥത്തിൽ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. ഇതോടെ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു പദാർത്ഥത്തിൽ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് താപത്തിന്റെ യൂണിറ്റുകൾ എന്താണെന്നാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, താപത്തിന്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജൂള്, കലോറി. താപോർജത്തിന്റെ SI യൂണിറ്റിനെയാണ് ജൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ താപത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ജൂളും കലോറിയും. അതുപോലെ തന്നെ SI യൂണിറ്റ്, താപോർജത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂള് എന്ന് പറയുന്നത് കേട്ടോ. J ആണ് സിമ്പിൾ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ബേസിക് ഫാക്ടുകളാണ്. ഇനി എല്ലാ ഊർജ്ജ രൂപങ്ങളുടെയും പൊതുവായ യൂണിറ്റ് ആണ് കലോറി കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണം. എല്ലാ ഊർജ്ജ രൂപങ്ങളുടെയും പൊതുവായ യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് ഒരു കലോറി എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് ഒരു കലോറി എന്ന് പറയുന്നത്. അതായത് ഒരു കലോറി എന്ന് പറയുന്നത് ഈക്വൽ ടു 4.18 ജൂൾ അഥവാ 4 ജൂൾ ആയിരിക്കും കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 4.2 ജൂൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കണം. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? താപം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. താപം എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഒരു രൂപമാണ്. ഒരു വസ്തുവിൽ തന്മാത്രകളുടെ ചലനം മൂലം ലഭിക്കുന്നതാണ് താപം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഒരു പദാർത്ഥത്തിൽ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവിനെയാണ് നമ്മൾ താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി താപോർജത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ് കേട്ടോ. താപോർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആയിരിക്കും. ക്ലിയർ ആണേ? ഇനി അതുപോലെ തന്നെ എല്ലാ ഊർജ്ജ രൂപങ്ങളുടെയും പൊതുവായ യൂണിറ്റിനെയാണ് കലോറി എന്ന് പറയുന്നത്. 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് ഒരു കലോറി എന്ന് പറയുന്നത്. അതായത് ഒരു കലോറി എന്ന് പറയുന്നത് എത്രയാണ്? 4.18 ജൂൾ, അപ്രോക്സിമേറ്റ്ലി 4.2 ജൂൾ ആണ് കേട്ടോ ഒരു കലോറി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്തത് താപത്തെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഊഷ്മാവ് അഥവാ താപനില, ടെമ്പറേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഊഷ്മാവ് അഥവാ താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്? ഒരു വസ്തുവിന്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് ഊഷ്മാവ് അഥവാ താപനില എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു വസ്തുവിന്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് എന്താണ്? ഊഷ്മാവ് അഥവാ താപനില എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവിനെയാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവിനെയാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം എന്താണ്? താപനിലകളിലെ വ്യത്യാസമാണ്. പഠിച്ചു വെക്കണം, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം എന്താണ്? താപനിലകളിലെ വ്യത്യാസം മൂലമാണ് അതിന് കാരണമായിട്ട് വരുന്നത് കേട്ടോ. താപനിലകളിലെ വ്യത്യാസം. ഇനി സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം, ടെമ്പറേച്ചർ ഒക്കെ എപ്പോഴും പറയുന്നത് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ പറയുന്നത്. 27 ഡിഗ്രി സെൽഷ്യസ്, 22 ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് വെച്ച് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി താപനിലയുടെ SI യൂണിറ്റ് എത്രയാണ്? കെൽവിൻ ആണ്. നമുക്കറിയാം, താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ, K ആണ് കേട്ടോ. കെൽവിനല്ലേ നമ്മൾ അളക്കുന്നത് SI യൂണിറ്റ് താപനില. അഥവാ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ. ക്ലിയർ ആണ്? ഇനി ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനില വർദ്ധിക്കുന്നു. പഠിച്ചു നോക്കണം, ഗതികോർജം എന്താണ്? കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ പഠിക്കണം, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനിലയും വർദ്ധിക്കുന്നു. എന്നാൽ താപനില കുറയുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജവും കുറയുന്നു കേട്ടോ. അപ്പം എന്താണ്? തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ താപനിലയും കൂടുന്നു. അതുപോലെ തന്നെ താപനില കുറയുമ്പോൾ എന്താണ്? തന്മാത്രകളുടെ ഗതികോർജവും കുറയുന്നത് കേട്ടോ. കുറയുന്നു, അറിഞ്ഞിരിക്കണം.
ഇനി നമ്മൾ ഈ താപവും അതുപോലെ തന്നെ താപനില അഥവാ ഊഷ്മാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നിയമങ്ങളാണ്, രണ്ട് വാതക നിയമങ്ങൾ. ഒന്ന് ബോയിൽ നിയമം, രണ്ടാമത്തേത് ചാൾസ് നിയമമാണ്. അപ്പോൾ ഈ ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കേട്ടോ. അതായത് പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ 1/v ആയിരിക്കും കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ, ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കും, ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് ബോയിൽ നിയമം പറയുന്നത്. ഇനി ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. ചാൾസ് നിയമം പഠിച്ചു വെക്കണം. മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും. അതായത് പ്രഷർ വ്യാപ്തവും ഊഷ്മാവും അത് ഇങ്ങനെ വരും കേട്ടോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വരും കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിൽ ആയിരിക്കും. അതിനെയാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. വ്യാപ്തം സ്ഥിരമായിരുന്നാൽ വാതകത്തിന്റെ ഊഷ്മാവും മർദ്ദവും നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് ചാൾസ് നിയമം പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയാൽ ഒന്നുകൂടെ പറയാം വാതക നിയമങ്ങൾ. ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ ആയിരിക്കും. എന്നാൽ ചാൾസ് നിയമം പറയുന്നത് മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിൽ ആയിരിക്കും എന്നാണ്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തൊരു ടേമിലോട്ട് പോവാം. അടുത്തത് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അഥവാ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വലനം നമ്മൾ ഇന്നലെ പഠിച്ചാണ്. എന്താണ് ജ്വലനം എന്ന് പറഞ്ഞാൽ? എന്താണ്? അഗ്നിയല്ലേ. അപ്പൊ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെയാണ് ജ്വലന ഊഷ്മാവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അഥവാ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വസ്തു സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെയാണ് ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കി നോക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ജ്വലന ഊഷ്മാവാണ്. പല ദ്രാവക വാതകങ്ങളിലെ ജ്വലന ഊഷ്മാവിനെ കുറിച്ചാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. നോക്കാം. പെട്രോളിന്റെ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ 246 ഡിഗ്രി സെൽഷ്യസ് മുതൽ 257 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പെട്രോളിന്റെ ജ്വലന ഊഷ്മാവ് വരുന്നത്. ഇനി ഡീസലിന്റെ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ 256 ഡിഗ്രി സെൽഷ്യസ് ആണ്. മണ്ണെണ്ണയുടെ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ 254 ഡിഗ്രി സെൽഷ്യസ് മുതൽ 260 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഇനി ഈഥൈൽ ആൽക്കഹോളിന്റെ ജ്വലന ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ 423 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ബ്യൂട്ടേന്റെ 430 ഡിഗ്രി സെൽഷ്യസും ബെൻസീന്റെ 587 ഡിഗ്രി സെൽഷ്യസും ഫിനോളിന്റെ 715 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത പെട്രോളും മണ്ണെണ്ണയുമായിരിക്കും കേട്ടോ. പെട്രോളിന്റെ എത്രയാണ്? 246 മുതൽ 257 വരെ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഈ ടേബിൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ ഒക്കെ അറിഞ്ഞിരിക്കും. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഇതാണ് ജ്വലന ഊഷ്മാവ് കേട്ടോ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ജ്വലന പരിധി. ജ്വലന പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ വാതകമോ വായുവുമായി ഒരു പ്രത്യേക അനുപാതത്തിലാണെങ്കിൽ മാത്രമേ തീ പിടിക്കുകയുള്ളൂ. ജ്വലന പരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകില്ല. അപ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ, ആ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പരിധിയില്ലേ, അതിനെയാണ് ജ്വലന പരിധി എന്ന് പറയുന്നത്. അതായത് ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ വാതകമോ വായുവുമായി ഒരു പ്രത്യേക അനുപാതത്തിലാണെങ്കിൽ മാത്രമേ തീ പിടിക്കുകയുള്ളൂ. ജ്വലന പരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജ്വലന പരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകില്ല എന്നും അറിഞ്ഞിരിക്കണം. ഇനി ജ്വലന പരിധികൾ നോക്കാം. നമുക്ക് ഓരോ വാതകത്തിന്റെ ജ്വലന പരിധികൾ നോക്കാം. ഹൈഡ്രജൻ വാതകത്തിൽ താഴ്ന്ന പരിധി എന്ന് പറഞ്ഞാൽ 4.1 ആണ്. അതുപോലെ തന്നെ ഉയർന്ന പരിധി 74 ഇനി അസറ്റിലിൻ്റെ താഴ്ന്ന പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഉയർന്ന പരിധി 80 ഇനി ബ്യൂട്ടൈൻ്റെ 1.5 ആണ് താഴ്ന്ന പരിധിയെങ്കിൽ ഉയർന്ന പരിധി എന്ന് പറഞ്ഞാൽ 9 പെട്രോളിൻ്റെ 1.2 താഴ്ന്ന പരിധി. ഇനി ഉയർന്ന പരിധി എന്ന് പറഞ്ഞാൽ 6% കേട്ടോ. മീഥേൻ്റെ 5 താഴ്ന്ന പരിധിയായിട്ട് വരുന്നത്. ഇനി ഉയർന്ന പരിധി എന്ന് പറഞ്ഞാൽ 15 ഇനി കാർബൺ മോണോക്സൈഡിൻ്റെ 12.5 താഴ്ന്ന ജ്വലന പരിധി. ഉയർന്ന ജ്വലന പരിധി എന്ന് പറഞ്ഞാൽ 74.2 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്തത് ഫ്ലാഷ് പോയിന്റ് ആണ്. എന്താണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം വായുവും ചേർന്ന ഒരു മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ യാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. പഠിച്ചു വെക്കണം. ഫ്ലാഷ് പോയിന്റ് എന്താണ്? കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. പെട്ടെന്ന് കത്താൻ വേണ്ടുന്ന കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ് കേട്ടോ. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ്. പെട്ടെന്ന് കത്താൻ വേണ്ടിയുള്ള കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരാണ് എന്താണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ തീ അപായ സാധ്യത കൂടിയവയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കും കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കണം. എന്താണ്? ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ തീ അപായ സാധ്യത കൂടിയവയാണ് കേട്ടോ. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞിരുന്നാൽ എന്താണ്? തീ അപായ സാധ്യത ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞ ദ്രാവകങ്ങളാണെങ്കിൽ എന്താണ്? തീ അപായ സാധ്യത കൂടിയവ ആണ് കേട്ടോ, അതറിഞ്ഞിരിക്കണം. ഇനി ഫ്ലാഷ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ ഇവ സംഭരിച്ച് അപായം ഒഴിവാക്കാം കേട്ടോ. അപ്പൊ എന്താണ്? ഫ്ലാഷ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ ഇവ സംഭരിച്ച് അപായം ഒഴിവാക്കാം. ഇനി നമുക്ക് പല ദ്രാവകം അല്ലെങ്കിൽ വാതകങ്ങളിലെ ഫ്ലാഷ് പോയിന്റിന്റെ നോക്കാം. നമുക്ക് പെട്രോളിൽ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ -45.1 ഡിഗ്രി സെൽഷ്യസ് ആണ് പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഡീസലിന്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 52 ഡിഗ്രി സെൽഷ്യസ് ആണ്. മണ്ണെണ്ണയുടെ 38 ഡിഗ്രി സെൽഷ്യസ് മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി ഈഥൈൽ ആൽക്കഹോളിന്റെ 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബ്യൂട്ടൈന്റെ -60 ഡിഗ്രി സെൽഷ്യസും ബെൻസീന്റെ -11.1 ഡിഗ്രി സെൽഷ്യസും ഫീനോളിന്റെ 78.4 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കണം ഫ്ലാഷ് പോയിന്റിന്റെ ഇവരുടെയൊക്കെ ഫ്ലാഷ് പോയിന്റുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ നോട്ട് തരുമ്പോൾ നോട്ടിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കും. അത് നോക്കിയിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസിലെല്ലാം ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നതാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 1 hour ലൈവ് ക്ലാസ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. വാട്സാപ്പിലും ടെലഗ്രാമിലോട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള റീസെൻറ്റ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെയും PDF നോട്ട്സുകൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫയർ വുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മുഴുവൻ നമ്മൾ ഈ എടുക്കുന്ന മുഴുവൻ നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളെല്ലാം ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ 2025 മുതലുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFA വരെയുള്ള പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. വരും പരീക്ഷകൾ ഇനി വരുന്ന LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫയർമാൻ ക്ലാസ് കണ്ടിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ എന്താണ് ഈ ഫയർമാൻ്റെ നോട്ട്സ് സ്പെഷ്യൽ ടോപ്പിക്സിന് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ എല്ലാ നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വാട്സപ്പിൽ തന്നെ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും ഒക്കെ ഇനി വരുന്ന ഈ ജൂലൈ 4 നടക്കുന്ന പരീക്ഷയ്ക്ക് പോലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തത് ഫ്ലാഷ് പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി ഫയർ പോയിന്റ് ആണ്. എന്താണ് ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താൻ പര്യാപ്തമായ ദ്രാവകം ഓർ വാതകം വായുവും ചേർന്നുള്ള ഒരു മിശ്രിതം ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിന്നൽ യാത്ര കത്തി അണയുന്നതിന് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ടി വേണ്ട കുറഞ്ഞ ഊഷ്മാവ്. കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ടി വേണ്ട കുറഞ്ഞ ഊഷ്മാവ്. അപ്പൊ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ് കേട്ടോ. കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് ഫയർ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടും തമ്മിൽ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലാഷ് നമ്മൾ അടിക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടിച്ചിട്ട് അങ്ങ് അണയത്തില്ലേ? അപ്പൊ കത്തി അണയാൻ വേണ്ടുന്ന കുറഞ്ഞ ഊഷ്മാവാണ് ഫ്ലാഷ് പോയിന്റ് കണക്ട് ചെയ്ത്. ഇനി ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുമല്ലേ, കത്തി പടരുക എന്നല്ലേ ഫയർ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു വാട്സാപ്പിൽ ഒരു ഫയറിന്റെ ഒരു ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കത്തില്ല, കത്തിക്കൊണ്ട്. അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോണം. കത്തി പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ് ഫയർ പോയിന്റ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ ഫ്ലാഷ് പോയിന്റ് കത്തി അണയാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവും, ഫയർ പോയിന്റ് കത്തി പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവും. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിന്റ് താപധാരിത എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിന്റെ അളവിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. അപ്പൊ താപധാരിത എന്താണ്? ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിന്റെ അളവാണ് താപധാരിത. താപധാരിതയുടെ യൂണിറ്റ് ആണ് ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്. ഇനി വിശിഷ്ട താപധാരിത എന്താണെന്ന് നോക്കാം. വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസുള്ള, അതായത് 1 കിലോഗ്രാം ഉള്ള വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് മാസുള്ള വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. ഇനി വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോ വസ്തുക്കളിലും എത്രയാണ് വിശിഷ്ട താപധാരിത എന്ന് നോക്കാം. ജലത്തിൽ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇരുമ്പില് 460, അലൂമിനിയത്തില് 900, ചെമ്പില് 400 പിന്നെ ഗ്ലാസ്സിൽ എത്രയാണ് വിശിഷ്ട താപധാരിത? 670 കേട്ടോ. ഈ ടേബിൾ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ദ്രവീകരണ ലീനതാപം. എന്താണ് ദ്രവീകരണ ലീനതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് കേട്ടോ. താപത്തെയാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ദ്രവീകരണ ലീനതാപം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, ഐസിന്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? 80 കലോറിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഐസിന്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? 80 കലോറിയാണ്. ഇനി അടുത്തത് ബാഷ്പീകരണ ലീനതാപം. എന്താണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ 1 ഗ്രാം ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറ്റുന്നതിനാവശ്യമായ താപമാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാഷ്പീകരണ ലീനതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ 1 ഗ്രാം ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ബാഷ്പീകരണ താപം കേട്ടോ. ഇനി ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറഞ്ഞാൽ 540 കലോറിയാണ് കേട്ടോ. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം 540 കലോറിയാണ്. ഇനി അടുത്ത് നോക്കാം. ഇനി വാതകങ്ങളുടെ ദ്രവീകരണം നോക്കാം. വാതകങ്ങളുടെ ദ്രവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാതകത്തെ ഉയർന്ന മർദ്ദവും കുറഞ്ഞ താപനിലയും നൽകി ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്ന ഭൗതിക പ്രക്രിയയാണ് വാതകങ്ങളുടെ ദ്രവീകരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വാതകങ്ങളുടെ ദ്രവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാതകത്തെ ഉയർന്ന മർദ്ദവും കുറഞ്ഞ താപനിലയും നൽകി ദ്രാവക അവസ്ഥയിലേക്ക് മാറ്റുന്ന ഭൗതിക പ്രക്രിയയാണ് വാതകങ്ങളുടെ ദ്രവീകരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വർദ്ധിപ്പിച്ചതിനാണ് ഇത് സാധ്യമാക്കുന്നത്. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വർദ്ധിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. അതിൽ തന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ പ്രഷർ കേട്ടോ. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ കഴിയും. ഇതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദമാണ് ക്രിട്ടിക്കൽ പ്രഷർ.
പഠിച്ചു നോക്കണം. എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ? വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുന്ന പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഇതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെ മാത്രമേ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഈ ഊഷ്മാവാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നതെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെ മാത്രമേ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഈ ഊഷ്മാവിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 31 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 31 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി അടുത്ത നോക്കാം. ഉത്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉത്പതനം? ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിൽ ആകുന്ന പ്രതിഭാസമാണ് ഉത്പതനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഉത്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിൽ ആകുന്ന പ്രതിഭാസമാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം, കർപ്പൂരം കത്തിച്ചാൽ കത്തി അങ്ങ് പോവല്ലേ. അതുപോലെ തന്നെ അയഡിന് ഡ്രൈ ഐസ് കേട്ടോ. അപ്പോൾ ഉത്പതനത്തിന്റെ എക്സാമ്പിൾസ് ആണ് കർപ്പൂരം, അയഡിൻ, ഡ്രൈ ഐസ്. ഇനി അടുത്തത് താപപ്രസരണം കേട്ടോ. താപപ്രസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപം ഉയർന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തു നിന്നും താഴ്ന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തേക്ക് പ്രസരിക്കുന്നതാണ് താപപ്രസരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? താപം ഉയർന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തു നിന്നും താഴ്ന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തേക്ക് പ്രസരിക്കുന്നതിനാണ് താപപ്രസരണം എന്ന് പറയുന്നത്. താപപ്രസരണം 3 തരത്തിലുണ്ട്. 1 ചാലനം അഥവാ കണ്ടക്ഷൻ, 2 സംവഹനം അഥവാ കൺവെക്ഷൻ, 3 വികിരണം അഥവാ റേഡിയേഷൻ. നോക്കാം. ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ ചലനമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസമാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? തന്മാത്രകളുടെ ചലനമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസമാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങുന്നതാണ് ചാലനം, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ലോഹങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും താപം പ്രസരിക്കുന്നത് ചാലനം മൂലമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ലോഹങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും താപം പ്രസരിക്കുന്നത് എന്ത് മൂലമാണ്? ചാലനം അഥവാ കണ്ടക്ഷൻ മൂലമാണ്. ഇനി രണ്ടാമത്തെ സംവഹനം എന്താണെന്ന് നോക്കാം. സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ ചലനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസമാണ് സംവഹനം എന്ന് പറയുന്നത്. എന്താണ്? തന്മാത്രകളുടെ ചലനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസമാണ് സംവഹനം എന്ന് പറയുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് സംവഹനം മൂലമാണ് കേട്ടോ. അപ്പൊ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് ഏത് മൂലമാണ്? സംവഹനം അഥവാ കൺവെക്ഷൻ മൂലമാണ്. കാറ്റ് ഉണ്ടാകാൻ കാരണമാകുന്ന താപപ്രസരണം സംവഹനമാണ് കേട്ടോ. അപ്പൊ ചൂട് കാറ്റൊക്കെ വരത്തില്ലേ? അപ്പൊ കാറ്റ് ഉണ്ടാകാൻ കാരണമാകുന്ന താപപ്രസരണമൊക്കെ എന്താണ്? സംവഹനം മൂലമാണ്. ഇനി അവസാനത്തേത് വികിരണം അഥവാ റേഡിയേഷൻ. എന്താണ്? ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന പ്രതിഭാസമാണ് വികിരണം. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? വികിരണം അഥവാ റേഡിയേഷൻ ആണ്. ഏറ്റവും വേഗത്തിലുള്ള താപപ്രസരണ രീതിയാണ് വികിരണം കേട്ടോ. അപ്പൊ ഏറ്റവും വേഗത്തിലുള്ള താപപ്രസരണ രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്നത് ഈ രീതിയിലാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തിക്കുന്ന വികിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപം എത്തിക്കുന്ന വികിരണങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇപ്പം തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ഈ വീഡിയോ ഈ ക്ലാസ് കണ്ട എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും ഈ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഫയർ എന്ന ടോപ്പിക്കിലെ അടുത്തൊരു ക്ലാസ്സോടുകൂടി നമ്മൾ ഫയർ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ക്ലാസ്സിൻ്റെ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസും PVQ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ നോട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.